ഈ MLA സ്ഥാനം ഒന്ന് രാജിവെച്ചാലോന്നാ. ഞാനും നന്ദുവും തമ്മിൽ അകന്നത് വൈകാതെ വാർത്തയാവും. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രമോദം നമ്മുടെ നന്ദൻ ആത്മഹത്യാ വക്കിലേക്ക് പോവുകയാട്ടോ. നമ്മുടെ ദേവികില്ലാതെ പറ്റില്ല, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കൂടി പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മ പ്രഭാവതിയുടെ അടുത്ത് പറയുന്നുണ്ടേ. അപ്പുറത്ത് ദേവികയാണെങ്കിൽ വീട്ടുകാരോട് പറയുന്നുണ്ട് താൻ MLA സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഈ വാർത്ത തന്റെയും നന്ദുവിന്റെയും ഈ ഒരു വേർപിരിയൽ വാർത്ത അത് ചാനലുകൾ ഏറ്റെടുക്കും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആ ഹോം സ്റ്റേയിൽ വെച്ച് ഇസബലേനെ നന്ദനെയും കൈയോടെ പൊക്കിയ ആ ഒരു കഥകൾ മൊത്തം നമ്മുടെ ദേവിക വീട്ടുകാരോട് വിശദീകരിച്ച് പറയുന്നതും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവികയുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു രംഗങ്ങളും തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നതേ. നന്ദൻ ദേവികയുടെ അടുത്തെങ്കിലും ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥയ്ക്ക് കുറച്ചുകൂടെ കാണാനൊരു രസം ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ നന്ദനൊന്നും തുറന്നു പറയാനും വയ്യ, എല്ലാം സഹിച്ച് ദേവിക അവിടെ നിന്നോളുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടപടിയാവുന്ന കാര്യമൊന്നുമല്ല അല്ലേ കൂട്ടുകാരെ. എന്തായാലും കാത്തിരുന്നതിനെ കാണട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.